പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ജോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 17 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ ഇങ്ങനെയാണ് തിരുവചനം സംസാരിക്കുക. ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാനാണ്. സർവശക്തൻ്റെ ശാസനത്തെ അവഗണിക്കരുത്. അവിടുന്ന് മുറിവേൽപ്പിക്കും, എന്നാൽ വെച്ചുകെട്ടും. സ്നേഹം ഉള്ളിടത്താണ് ഒരാൾ മറ്റൊരാളെ ശാസിക്കുന്നത്. കർത്താവ് നമ്മളെ ശാസിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മോട് സ്നേഹം ഉള്ളതുകൊണ്ട് മാത്രമാണ്. ചിലപ്പോൾ ചില വ്യക്തികളിലൂടെയും നമ്മുടെ മാതാപിതാക്കളിലൂടെയും ദൈവം നമ്മെ ശാസിക്കുകയും തിരുത്തുകയും ചെയ്യും. അതുകൂടാതെ ജീവിതത്തിൽ നനച്ചിരിക്കാത്ത നേരത്ത് ചില അനുഭവങ്ങളിലൂടെ, സംഭവങ്ങളിലൂടെ കർത്താവ് നമ്മെ ശാസിക്കും. നിന്റെ വഴി തെറ്റാണ് എന്ന ബോധ്യം നമുക്ക് തരും. ഈ ശാസനത്തെ എളിമയോടെ സ്വീകരിക്കുന്നവരാണ് തിരുവചനം പറയുന്ന ഭാഗ്യമുള്ളവർ. നമ്മൾ പേറുന്ന ചില സഹനങ്ങൾ പോലും നമ്മെ നന്മയിലേക്ക് നയിക്കുവാൻ കർത്താവ് തരുന്ന ചില ശാസനങ്ങളാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം 6-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുക: താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ശിക്ഷണത്തിനു വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഉടഞ്ഞു പോകാമായിരുന്ന നമ്മുടെ ജീവിതങ്ങളെ ശാസനങ്ങൾ നൽകി, ശിക്ഷണം നൽകി വാർത്തെടുക്കുന്ന ഈശോയുടെ സ്നേഹത്തിന് നന്ദി അർപ്പിക്കാം. ജീവിതത്തിൽ നമ്മൾ കടന്നുപോകുന്ന കൈപ്പേറിയ അനുഭവങ്ങളിൽ കർത്താവ് നമുക്ക് തരുന്ന സ്നേഹ ശാസനങ്ങളെ സ്വീകരിച്ചുകൊണ്ട്, തിരുത്തലുകളെ സ്വീകരിച്ചുകൊണ്ട് എളിമയോടുകൂടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. കർത്താവ് എല്ലാ കാര്യങ്ങളും നമ്മുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്നുള്ള ആ ഉറച്ച ബോധ്യത്തിൽ, വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് നമുക്ക് നടന്നു നീങ്ങാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.